അത്തരത്തിലുള്ള ഒരു ശബ്ദം ദുനിയാവിൽ ഒരാളും കേട്ടിട്ടില്ല. സഹോദരങ്ങളെ, ആരെയാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്? എത്ര ആളുകൾക്ക് പോകാൻ കഴിയും? എത്ര ആളുകൾക്ക് കേൾക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനിയും കൊണ്ട് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വിളിയാളം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഐനല്ലദീന കാനൂ ലാ തുൽഹീഹിം ബിആയത്തുൽ അൻആമി അൻ തിലാവത്തി കിതാബി. മലക്ക് വിളിച്ചു പറയുന്ന വേറൊരു വിളിയാളം എന്താണെന്നറിയോ? എത്ര ജോലി തിരക്കുണ്ടായാലും, എത്ര തരത്തിൽ കർഷകനായാലും, എത്ര ആടും മാടും ഒട്ടകങ്ങളെയും പരിപാലിക്കുന്ന ആളായാലും എന്റെ ഖുർആനോത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും ഓതിയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓത്ത് മുടങ്ങാതെ ശ്രദ്ധിച്ച് ജീവിച്ചരവിടെ. സഹോദരങ്ങളെ, ഒരു ചെറിയ ശുഗ്ല് വരുമ്പോഴേക്ക്, ഒരു ചെറിയ പണി വരുമ്പോഴേക്ക് ഖുർആൻ നോട്ടം മാറ്റിപ്പോയി, ഓതുന്നത് മാറ്റിപ്പോയി. പലർക്കും ഖുർആൻ നോക്കണമെങ്കിൽ റമളാൻ വരണം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ മരിച്ചോടത്ത് ഓതാൻ പോയി പെട്ടുപോകണം. അല്ലാതെ ഓതുന്നവർ കുറവല്ലേ? എന്നും ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോ ഫയഖൂമൂന, അവർ എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫയൽബസു അഹദുഹും താജൽ കറാമാ, ബഹുമാനത്തിന്റെ കിരീടമാണ് അല്ലാഹു തആല അവർക്ക് ധരിപ്പിക്കുന്നത്. വയുത്തമന്നി ബിയമീനിഹി വൽ ഖുൽദ ബിയസാരിഹി. സുബ്ഹാനല്ലാഹ്, വലത്തെ കൈയിലും ഇടത്തെ കൈയിലും നല്ല സന്തോഷമുള്ള സ്വർഗത്തിലെ കിരീടങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഈ ഖുർആനോദിയ മനുഷ്യന്റെ വാപ്പക്കും ഉമ്മക്കും അവര് മുസ്ലിങ്ങളാണെങ്കിൽ നല്ല ഒരു ജോഡി വസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. അതേ ഫയഖൂലാനി, ആ ബാപ്പയും ഉമ്മയും ചോദിക്കുന്നു, അന്നാലനാ ഹാദാ, ഈ വസ്ത്രം ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? വമാ ബല്ലഗ്തുഹു അഅമാലുനാ, ഇത് കിട്ടാൻ മാത്രം അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറയുന്നു, ഇന്നലന്ന വലദകുമാ കാന യഖറഉൽ ഖുർആൻ, നിങ്ങളെ മക്കൾ ഖുർആൻ ഓതുന്ന മക്കളല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബഹുമാനം നൽകിയത്. ആ ഖുർആൻ ഓതുന്ന മക്കൾ ഉണ്ടാകാൻ കാരണക്കാരായത് മുസ്ലിങ്ങളായ നിങ്ങൾ